ഒന്നാമത്തെ ചോദ്യം, വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായി നിയമിതയായ ആദ്യ വനിത. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായി നിയമിതയായ ആദ്യ വനിത സിസ്റ്റർ റഫേല പെട്രീനയാണ്. സിസ്റ്റർ റഫേല പെട്രീന. അടുത്ത ചോദ്യം, കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന 37ാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റിൽ ജേതാക്കളായത് ആരാണ്? കേരളമാണ്. കർണാടക 2ാം സ്ഥാനം, ഒഡീഷ 3ാം സ്ഥാനമാണ് നേടിയത്. അടുത്ത ചോദ്യം, ജുവാംഗ ഗോത്രം ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? ജുവാംഗ ഗോത്രം ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? ഒഡീഷയിൽ കാണപ്പെടുന്ന ഗോത്രവിഭാഗമാണ് ഇത് ജുവാംഗ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിന് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ശതാബ്ദി സ്മാരക മ്യൂസിയം നാടിന് സമർപ്പിച്ചത് ആരാണ്? അത് നമ്മുടെ തുഷാർ ഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ ചെറുമകനായിട്ടുള്ള തുഷാർ ഗാന്ധിയാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നിലവിൽ വന്ന ശതാബ്ദി സ്മാരക മ്യൂസിയം നാടിന് സമർപ്പിച്ചത്. അടുത്ത ചോദ്യം, സംസ്ഥാന ബജറ്റ് ലോഗോയിൽ നിന്നും ഇന്ത്യൻ രൂപയുടെ ചിഹ്നം മാറ്റിയ സംസ്ഥാനം. സംസ്ഥാന ബജറ്റ് ലോഗോയിൽ നിന്നും ഇന്ത്യൻ രൂപയുടെ ചിഹ്നം മാറ്റിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നത്തിന് പകരമായിട്ട് തമിഴ് ലിപി അടിസ്ഥാനമാക്കിയ ചിഹ്നമാണ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സംസ്ഥാന ബജറ്റ് ലോഗോയിൽ നിന്നും ഇന്ത്യൻ രൂപയുടെ ചിഹ്നം മാറ്റിയ സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പോൾ ഇന്ത്യൻ രൂപയുടെ ചിഹ്നത്തിന് പകരമായിട്ട് തമിഴ് ലിപി അടിസ്ഥാനമാക്കിയ ചിഹ്നമാണ് എന്ത് ചെയ്തത്? അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2025 3ാം സാബ വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം. 2025 3ാം സാബ വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ലോക സിവിൽ ഡിഫൻസ് ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ലോക സിവിൽ ഡിഫൻസ് ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏത് മാസമാണ്? മാർച്ച് മാസമാണ് ലോക സിവിൽ ഡിഫൻസ് ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, 2025 ലോക പൊണ്ണത്തടി ദിനത്തിൻ്റെ പ്രമേയം. 2025 ലോക പൊണ്ണത്തടി ദിനത്തിൻ്റെ പ്രമേയം മാറുന്ന സംവിധാനങ്ങൾ ആരോഗ്യകരമായ ജീവിതം. മാറുന്ന സംവിധാനങ്ങൾ ആരോഗ്യകരമായ ജീവിതം. അടുത്ത ചോദ്യം, ലോക സുസ്ഥിര വികസന ഉച്ചകോടി എവിടെയാണ് നടന്നത്? ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. താങ്ക് യു.